കൊള്ളാം ബ്രോ, നല്ല പടം. ഞാൻ ജസ്റ്റ് അനിരുദ്ധിൻ്റെ മ്യൂസിക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരാളായിരുന്നു. പക്ഷെ എന്നെ ഒരു ലോകേഷ് ഫാൻ ബോയ് ആക്കിപ്പോയി. അത്ര സെറ്റ് പടം. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു സാധനം മിസ് ചെയ്യാതെ എല്ലാവരും കാണുക, അത്രേ പറയാനുള്ളൂ. അതായത് അനിരുദ്ധിന് എ ആർ റഹ്മാൻ കൊടുത്തൊരു ഇതുണ്ട്, ഇനി കുറച്ച് ക്ലാസിക്കൽ യൂസ് ചെയ്യണമെന്ന്. പുള്ളി അതങ്ങ് എടുത്ത് നല്ല രീതിയിൽ അങ്ങ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു സാധനം വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനം. നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, ലിറ്ററലി കിടിലം പടം. കാരണം ഇൻ്റർവെല്ലിൽ വരെ ആദ്യം കാണുന്നവർ ഇപ്പോൾ ഇത് കേട്ടിട്ട് കാണാൻ പോകുന്നവർ ആദ്യം വിചാരിക്കും ഇതെന്ത് പടം, വലിയ ഇതൊന്നുമില്ല, എയ്ഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും മാത്രം ഒന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ആ ഇൻ്റർവെൽ തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പുള്ള സീൻ തൊട്ടാണ് ട്രാക്കിലോട്ട് കയറണത്. ലിറ്ററലി നമ്മൾ ഉറങ്ങി നിന്ന നമ്മൾ ലിറ്ററലി ചാടി എണീറ്റ് കാണുന്നൊരു സീനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിരിക്കണമായിരുന്നു. ഞാൻ ആലോചിച്ചത് നോർമൽ ഒരു സിനിമ വലിയ ഹൈപ്പ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ആ ഇൻ്റർവെല്ലിന് മുമ്പുള്ള 10-15 മിനിറ്റിലാണ് സിനിമ ട്രാക്കിലോട്ട് കയറിയത്. ഞാൻ ഒരു മൂവി പേഴ്സൺ അല്ല ഒരിക്കലും. അപ്പോൾ പക്ഷേ ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ഇത് കേട്ടിട്ട് എനിക്ക് കാണണമെന്ന് തോന്നിയൊരു സംഭവം. പക്ഷേ ആ രാഗ ഓഫ് റിവെഞ്ച് കേട്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നി, അങ്ങനെ കാണണമെന്ന് വിചാരിച്ചു. പിന്നെ വേടനായിട്ടുള്ള ഒരു കൊളാബ് വന്നു. അപ്പോൾ അത് ഒന്നും കൂടെ കാണണം. അനിരുദ്ധിൻ്റെ ഒപ്പം വേണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, അപ്പോൾ കാണണം എന്ന് തോന്നി. അങ്ങനെ പോയി കണ്ട സിനിമയാണ്. ഒരു മൂവി പേഴ്സൺ അല്ലാത്ത എനിക്ക് കിടിലം പടമായിട്ട് തോന്നി. കാരണം വേർത്ത് വാച്ചിങ്, നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയ്ക്കുള്ളതുണ്ട്. ആ ഇൻ്റർവെല്ലിൽ തൊട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് നമ്മൾ ഇരുത്തും. ഇങ്ങനെ നമ്മൾ ചാരിക്കണമെന്ന് നമ്മളിങ്ങനെ ഓരോ സീനിൽ ഇങ്ങനെ എണീറ്റ് പോകും. ഓരോരുത്തരുടെ എൻട്രി വൈസ് എല്ലാം കിടിലം പടമാണ്. വേർത്ത് വാച്ചിങ്. ഒരു രക്ഷയില്ല ഏട്ടൻ. നമ്മൾ ലിറ്ററലി ഒറ്റ ആ ഒരു സിനിമ കൊണ്ട് പുള്ളിയുടെ ഫാനായിപ്പോയി. അഭിനയത്തിൻ്റെ ഫാൻ. പുള്ളിയുടെ സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെയല്ല. പക്ഷേ ലിറ്ററലി നമ്മൾ പുള്ളിയുടെ ഒരു ഫാനായിപ്പോയി. കിടിലം അഭിനയം, ഒരു രക്ഷയില്ല. ഞെട്ടിച്ചു. എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും പുള്ളിയുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്തില്ല. എന്തായാലും ഒരിക്കലും കിടിലം പടം. എന്തായാലും ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ല കണ്ട പടമാണ്. ഉള്ള കാര്യം പറഞ്ഞില്ല, ട്രെയിലർ സ്കിപ്പ് അടിച്ച ആളാണ് ഞാൻ. പക്ഷേ ആദ്യത്തെ ഒരു 40-50 മിനിറ്റ് കുറച്ച് ലാഗും കാര്യങ്ങളും ഡിലേയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇൻ്റർവെൽ മുന്നോട്ട് പാട്ടും കാര്യങ്ങളും ഭയങ്കര എലിവേറ്റ് ചെയ്തു. സീരിയസ്ലി അത് പിടിച്ചിരുത്തി ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ടില്ല. ഇത് സാധാരണ ഒരു സ്റ്റഡി ആയിട്ടിരിക്കും. ഇത് ഭയങ്കര ഫുള്ള് ലാസ്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തി. താളം ട്രിപ്പും കുറേ OST ഒക്കെ അതിനൊരു റിലീസ് എല്ലാം മിക്സ് ചെയ്ത് പോയി. പക്ക എനിക്ക് വാമികേബി ഇങ്ങനെ പുള്ളിയുടെ പേരുണ്ട്, അതാണ് പക്ക അവരായിട്ട് നിന്നത്. സീരിയസ്ലി പുള്ളിക്കാർ നല്ലോണം അഭിനയിച്ചു. ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബാക്കി പോലീസായാലും മാറി ചെയ്തും എല്ലാവരും വെറും പുള്ളി. ലാസ്റ്റ് ഒരു ഇതുണ്ട് 20 മിനിറ്റിൻ്റെ. എൻ്റെ അമ്മോ വിഷയം പറഞ്ഞു. അന്യായ സിനിമ, ഒരു രക്ഷയില്ല. കിടിലം വയലൻസ്, എൻറ്റയർ ഏരിയ സൂപ്പർ സിനിമ കേട്ടാ. ലോകേഷ് കനകരാജ് പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വയലൻസ്, എൻറ്റയർ ഏരിയ തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ സിനിമ. ഒരു രക്ഷയില്ല. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്. അയ്യോ അന്യായം. അതെ നല്ല വയലൻസ് ഉണ്ട്, കിടിലായിട്ടുണ്ടായിരുന്നു. സ്കോർ ചെയ്തിട്ടുണ്ട്. സിനിമയിലുള്ള മൊത്തം എല്ലാവരും അടിപൊളി. കിടിലം ഓവറോൾ മൂവി പക്ക വിഷയം പടം, അടിപൊളി പടം, സെറ്റ് അടിപൊളി സിനിമയായിരുന്നു. ലോകേഷാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പിന്നെ മ്യൂസിക് നമ്മൾ കേട്ട BGM ഒരുപാട് തവണ പല രീതിയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കൈദി വിക്രമിൻ്റെ ഒക്കെ ഡയറക്ടറല്ലേ, അപ്പം ഒരു എങ്ങനെയാണ് ഓഡിയൻസിന് അത് ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആവുന്നതെന്ന് പുള്ളിക്ക് അറിയാം. അതിനേക്കാളും ലോകേഷ് അത് തോന്നില്ല, ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നില്ല. അടിപൊളി സൂപ്പർ പടം. ഫസ്റ്റ് അക്ടിംഗ് എല്ലാം അടിപൊളിയാണ്. മൊത്തത്തിൽ കണ്ടിരിക്കാം, ബോറടിയില്ല. ലോകേഷിനല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ്റെ അഴിഞ്ഞാട്ടമാണ്. ലോകേഷ് ഒരു ടൂള് മാത്രമാണ്. ലോകേഷ് എന്നാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഒന്നും കൂടെ കാണണം, കാരണം അത്രയ്ക്കും കിടിലം പടം. അരുൺ മാധേശ്വരൻ്റെയും ക്യാമറമാൻ്റെയും ഒക്കെ ഡയറക്ഷൻ വേറെ ലെവല്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് ഇതിലെ ഹൈലൈറ്റ്. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഇരുത്തി പിടിക്കുക. അടി വന്നരപ്പ ഒരു കിടിലം, ഒരു രക്ഷയില്ല മ്യൂസിക്. നല്ല പടം. ലോകേഷ് ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. ലോകേഷ് സൂപ്പർ. ഒരു ആക്ഷനൊക്കെ അല്ലേ, എങ്ങനെയുണ്ട്? ലൈക്ക് ആക്ഷൻ, എനിക്ക് ഒരു ലവ് സ്റ്റോറി വിത്ത് ആക്ഷൻ ആയിട്ട് തോന്നി. കുഴപ്പമില്ല, പടം അടിപൊളിയാണ്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ അടിപൊളിയുണ്ട്. ഒരു സ്റ്റോറി ഇല്ലേ, ഒരു കേസ് ചെയ്തിട്ട് ഒളിവിൽ പോകണം, അതാണ് സംഭവം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രണയം, ആ ഒരു വയലൻസ്, ആക്ഷന് പടം തൂക്കിയിട്ടുണ്ട്. ഇന്റർനേഷണൽ തൂക്കിയിട്ടുണ്ട്. അതായത് ലോകേഷ് DC ചന്ദ്ര ദാസ് ഇത് തന്നെയാണ് പടം. ഒരു നീറ്റ് പടം എന്ന് വെച്ചാൽ പക്ക ആക്ഷൻ മെറ്റീരിയലാണ്. എല്ലാവർക്കും നമുക്ക് പടം കാണുമ്പോഴത്തേക്ക് ഓരോ സീൻസ് നമുക്ക് കണക്റ്റ് ആകും. ആ ഒരു സംഭവം അതുപോലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഒരു നീറ്റ് പക്ക തിയേറ്റർ വെച്ച്
പടം തന്നെയാണ്. അതായത് നമുക്ക് ഓരോ സീന് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് അതില്ലാന്നുണ്ടെങ്കിൽ ഈ പടം ഇല്ല. ഓരോ മ്യൂസിക് ഒരു പടത്തിൽ 1-2 പാട്ടുകളോ അല്ലെങ്കിൽ 1-2 BGM ആയിരിക്കും ബെറ്റർ. പക്ഷേ ഈ പടത്തിൽ എല്ലാം തീയാണ്. അത് വൺ ലെവൽ. അനിരുദ്ധിൻ്റെ BGM ഇല്ലാന്നുണ്ടെങ്കിൽ പടം ഇല്ല. ഒരു പക്ക തിയേറ്റർ വെച്ച് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പടമാണ്. ഒരു സീൻ പോലും ബോറിങ്ങോ കാര്യങ്ങളൊന്നും. എല്ലാവരും ആക്ടിങ്ങും വേറെ ലെവലിൽ. ലോകേഷ് കനകരാജ് ഡയറക്ടറിൽ ഭയങ്കര രാജാവാണെന്ന് തെളിയിച്ചത്. അതുപോലെ തന്നെ ആക്ടിങ്ങിൽ ഫസ്റ്റ് ആക്ടിങ് ഒന്നും നോക്കൂല. വേറെ സംഭവം എന്ന് വെച്ചാൽ നീറ്റ് പടം. മോശം പറയാൻ ഒന്നുമില്ല. ഒരു ഓവറാൾ വരെ ക്യാപ്റ്റൻ മില്ലർ ആ സംഭവമൊക്കെ ഉണ്ടല്ലോ അതേ റേറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്പം കൂടെ നീറ്റായിട്ട് നോർമൽ റിവഞ്ച് സ്റ്റോറി എങ്ങനെ എടുക്കാൻ പറ്റുമോ അതുപോലെ എടുത്ത് അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അത് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും തിയേറ്റർ വാച്ച് മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. ഇഷ്ടപ്പെട്ട് സർട്ടിഫിക്കറ്റിന് പറ്റിയ പടമാണ് ഇത്. കറക്റ്റ് രീതി എടുത്ത് കാണിച്ചിട്ടുമുണ്ട്. ഡെബ്യൂ ആയതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആരെയും. അതുകൊണ്ട് ലോകേഷിൻ്റെ ഒരു വൺ കംബാക്ക് എന്നല്ല, ഹീ ഈസ് ബാക്ക് ഓൾവേസ്. കത്തിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. തമിഴ് ഓഡിയൻസ് ഉണ്ട്, മലയാള സെൻട്രൽ ഓഡിയൻസ് ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു.